ആർജെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റായിട്ട് കഴിഞ്ഞ മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റും കൂടെ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ബിൻസി എന്ന് പറയുന്നത്. ഈ ഒരു ബിൻസി സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബിൻസിക്കെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. ഒരു ഓൺലൈൻ ബുട്ടീക്കാണ് ഇത് കണക്ക് ആർജെ ബിൻസിക്കെതിരെ ആരോപണമായിട്ട് വന്നേക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കുറച്ച് കമ്മലും കാര്യങ്ങളും ഒക്കെ കൊളാബായിട്ട് ഈ ഒരു ആർജെ ബിൻസി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിനെപ്പറ്റി പോസ്റ്റ് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഈ ഒരു ആർജെ ബിൻസി ഇതിനെപ്പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ കൊളാബ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ ആ ഒരു ഓൺലൈൻ ബുട്ടീക്ക് വെളിയിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ പറ്റിച്ചു എന്നുള്ള രീതിയിലാണ്. ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആർജെ ബിൻസി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നത് സത്യം തന്നെയാണ്. ആദ്യമേ ഉണ്ടെങ്കിൽ എനിക്ക് ഇതേ കണക്ക് ബുട്ടീക്കിൽ നിന്ന് കൊളാബ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ പൈസ അയച്ച് തരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പൈസയുടെ ആവശ്യമില്ല എന്ന് തൻ്റെ അടുത്ത് പറഞ്ഞെന്നും, അതുപോലെ തന്നെ ഇത് ഭയങ്കര വില കൂടിയതൊന്നുമല്ല, 300-400 രൂപയുടെ സാധനമാണ്, ഭയങ്കര വില കൂടിയതൊന്നുമല്ല, എന്നിട്ട് ഞാൻ പൈസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഇത് കണക്ക് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എൻ്റെ പേരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ആർജെ ബിൻസി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്.